എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ കപ്പലും എടുത്ത് ഈ നമ്പർ 42 ലക്ഷ്യമായിട്ട് അങ്ങനെ വരികയാണ്. അവർക്ക് എല്ലാവർക്കും ലൂഫിയെ കാണാനാണ് ഭയങ്കര ആകാംക്ഷ. ആമി പറയും ലൂഫിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് സാഞ്ചിയെയും സോറയെയും അവർ രണ്ടുപേരെയും കണ്ടുപിടിച്ച് കപ്പലിലേക്ക് കൊണ്ടുവരണം. ചോപ്പർ പറയും അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ആ സ്റ്റേജ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ജനങ്ങളും നേവിക്കാരും ആ വില്ലന്മാരും അവര് 3 പേരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളും കരുത്തൊക്കെ ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. എല്ലാവർക്കും ആവശ്യം നമ്മുടെ ബ്രൂക്കിനെയാണ്. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ ഡോവലിന്റെ സഹായത്താല് അങ്ങനെ സ്കൈയിൽ പറക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ഡോവലിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. കറക്റ്റ് ടൈമിൽ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഉറപ്പായാലും അവരിൽ ഏതെങ്കിലും ഒരു ടീം കൊണ്ടുപോയാനെ. അതിന് ഡൂല് പറയും താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല, നിന്റെ ഫ്രണ്ട്സ് 1000 സണ്ണി കപ്പലുമായി ട്രീ നമ്പർ 42 വെയിറ്റ് ചെയ്യാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് അവരിപ്പോ ട്രീ നമ്പർ 42 ലക്ഷ്യമാക്കി അങ്ങനെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയും സോറയും അവർ എപ്പിസോഡുകളായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ ഫ്രാങ്കി അവരെ വിളിച്ച് ഞങ്ങൾ ട്രീ നമ്പർ 42ലേക്ക് പോവാണ്, അവിടെ വെച്ച് ലൂഫിയെ പിക്കപ്പ് ചെയ്താൽ ഉടൻ കപ്പലുമായിട്ട് ഞങ്ങൾ ന്യൂ വേൾഡിലേക്ക് പോകും. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാനായിട്ട് പറയും. അപ്പൊ ദൂരത്തായിട്ട് ഫേക്ക് ലൂഫിയാൻ ടീമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റിയൽ ലൂഫിയെ അവനെ പിടിച്ചു വലിച്ച് ഫേക്ക് ലൂഫിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തും. അതിനുശേഷം വിളിച്ചു പറയും ഇവൻ 400 മില്യൺ ബെറി ബൗണ്ടിയുള്ള സ്ട്രോഹാർ ലൂഫിയായ എന്നോട് വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. സോ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഇവന്റെ കഥ കഴിക്കാൻ പോവാണ്. ഇത് മറ്റുള്ളവർക്കുള്ള വലിയൊരു പാഠമാവും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. നേവി ആൾക്കാരെല്ലാവരും അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന പൈലറ്റുകളെ മുഴുവൻ വളഞ്ഞു നിൽക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് സോറോയും സാഞ്ചിയും അതുകൊണ്ട് പേടിക്കും. അവരിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ലൂഫിയോട് പറയും ബോസ് നമ്മളിനി എന്ത് ചെയ്യും, നേവിക്കാര് നമ്മളെ മുഴുവനായിട്ട് വളഞ്ഞു. അതിനാവും പറയും മിണ്ടാതിരിക്കെ, എന്തായാലും നമ്മളോടൊപ്പം ഇപ്പൊ ഒരുപാട് പൈലറ്റ്സ് ഉണ്ട്, അതിൽ പലർക്കും കുറെ ബൗണ്ടി ഒക്കെ ഉണ്ട്. സോ ഈ നേവിക്കാരുടെ കാര്യം അവര് നോക്കിക്കോളും, നമ്മൾ ഒരു കാരണവശാലും ആറ്റിറ്റ്യൂഡ് വിട്ട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഫേക്ക് ലൂഫി ആണെങ്കിൽ അവന്റെ ടീമിനോട് നിലവിളിച്ചു പറയും എത്രയും പെട്ടെന്ന് ആ നേവിക്കാർ റെസിസ്റ്റ് ചെയ്യും. അത് കേൾക്കേണ്ട താമസം അതിൽ ഒരുപാട് ബൗണ്ടി ഒക്കെ ഉണ്ടായിരുന്ന ഒരു മെയിൻ പൈലറ്റ് അവനൊരു ഗണ്ണെടുത്ത് ഒരു സോൾജിയറിനെ വെടിവെച്ച് താഴെയിടും. ഫേക്ക് ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഫ്രീസായി പോവും. നേവിക്കാർ കലിയിളകി ഇപ്പോ ആ പൈററ്റ്സ് ടീമിനെ മുഴുവൻ അറ്റാക്ക് ചെയ്യാണ്. ആ പൈററ്റുകൾക്കിടയിൽ തന്നെ ഒരുപാട് ബൗണ്ടിയൊക്കെ ഉള്ളവര് അവറ്റകളാണെങ്കിൽ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് നേവിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഒരു നേവിക്കാരനാണെങ്കിൽ അതിലെ ഒരു മെയിൻ പൈററ്റിന്റെ നെഞ്ചില് കത്തി കുത്തിയിറക്കും. അവനാണെങ്കിൽ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അവൻ ആ ഡെവൽ ഫ്രൂട്ട് പവർ വെച്ച് നേവി ആൾക്കാരെ തകർത്തിടാൻ തുടങ്ങും. അത് കാണുമ്പോൾ ബാക്കി പൈററ്റ്സിനും നമ്മുടെ ഡെമ്മി ലൂഫിക്കും ഭയങ്കര കോൺഫിഡൻസ്. കമോൺ ഒറ്റ നേവിക്കാരെ പോലും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ലൂഫി ഇപ്പൊ എല്ലാവരെയും പോസ്റ്റ് ചെയ്യും. കറക്റ്റ് ടൈമില് വലിയൊരു പൊട്ടിത്തെറി, ക്ലിക് ക്ലിക് ശബ്ദം കേട്ട് പേടിച്ച് എല്ലാവരും ചുറ്റും നോക്കും. അത് മറ്റാരുമല്ല ആ കൂമ കൂട്ടം. ആ കൂമകളാണെങ്കിൽ അവിടെയുള്ള പൈററ്റ്സിനെ എല്ലാം സ്കാൻ ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് 400 മില്യൺ ബെറി ബൗണ്ടിയുള്ള നമ്മുടെ ലൂഫി അവനും ആ കൂട്ടത്തിലുണ്ടെന്ന് അവർ തിരിച്ചറിയും. ഇവിടെ ആ ഫേക്ക് ലൂഫി അവനാണെങ്കിൽ കൂമാക്കൂട്ട എയിം ചെയ്യുന്നത് അവനെയാണെന്ന് കരുതി പേടിച്ചോടാൻ തുടങ്ങും. അവന്റെ പിന്നാലെ തന്നെ ആ ഫേക്ക് ലൂഫി ടീംസും. നമ്മുടെ റിയൽ ലൂഫി മാത്രമാണ് ഇപ്പൊ അവിടെ ആകെ ബാക്കിയുള്ളത്. സാധാരണ പൈററ്റ്സ് എല്ലാവരും ഫേക്ക് ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് നിലവിളിച്ച് കരയും. ബോസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്ക്, ഇവിടെ സെന്റമറു അവൻ ലൂഫി എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഫേക്ക് ലൂഫി ആണെങ്കിൽ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി വന്ന് നേരെ സെന്റമറുവിന്റെ മുൻപിലായിരിക്കും വന്ന് നിൽക്കുക. പൈററ്റ്സ് ആണെങ്കിൽ വീണ്ടും വമ്പൻ ആവേശത്തില് മാസ്റ്റർ ലൂഫി നിങ്ങളുടെ സ്ട്രെങ്ത് അത് കാണിക്കാൻ സമയമായി, അവനെ തല്ലി തകർക്കാൻ പറയും. അത് കേട്ട് സെന്റമറു അവൻ ഷോക്കായിട്ട് ചോദിക്കും നിന്നെ എന്തിനാ അവര് സ്ട്രോഹാർ ലൂഫി എന്ന് വിളിക്കുന്നത്, സത്യത്തിൽ നീ ആരാ? അതിനാവും പറയും ഞാനാണ് 400 മില്യൺ ബെറി ബൗണ്ടിയുള്ള ഡ്രാഗന്റെ മകൻ, സാക്ഷാൽ സ്ട്രോഹാറ്റ് ലൂഫി. അടുത്ത സെക്കൻഡ് സെന്റമറു അവൻ കൈ ചുരുട്ടി ആ ഫേക്ക് ലൂഫിയുടെ തലയ്ക്കൊരൊറ്റ അടി. നീ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിന്നെ പോലൊരു കോമാളി ഒരിക്കലും സ്ട്രോഹാർ ലൂഫി ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അടി കിട്ടി ആ ഫേക്ക് ലൂഫി അവൻ ചോരയൊക്കെ ഒലിപ്പിച്ച് വീണ് കിടക്കുകയാണ്. കൂമയാണെങ്കിൽ അവന് ചെക്ക് ചെയ്യും. അവന്റെ യഥാർത്ഥ പേരും അവൻ ആകെയുള്ളത് 26 മില്യൺ ബെറി ബൗണ്ടിയാണെന്നും അവൻ വിളിച്ചു പറയും. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സും നേവിയും എല്ലാവരും ഷോക്കാവും.
സെന്റമറുവിന് പിടികിട്ടും ഇവനും ഇവന്റെ ടീമുമാണ് ലൂഫി ആൻഡ് ടീം എന്ന് പറഞ്ഞ് ഇവിടെ കറങ്ങി നടന്ന് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. കാര്യങ്ങളെല്ലാം പിടികിട്ടിയ ഇപ്പൊ നമ്മുടെ ഫേക്ക് ലൂഫിയുടെ ആൾക്കാരും പൈററ്റും അങ്ങനെ എല്ലാവരും അവിടുന്ന് ജീവനം കൊണ്ട് ഓടുകയാണ്. നമ്മുടെ റിയൽ ലൂഫിക്കും ഇപ്പോഴായിരിക്കും കാര്യമൊക്കെ മനസ്സിലാവുക. ഓ ഷിറ്റ്, ഞാൻ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ. ഞാൻ കരുതിയത് ഇത് ശരിക്കും എന്റെ ടീമാണെന്നാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം എന്റെ ആൾക്കാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ ആ ബാണ്ടവും തൂക്കി മുൻപോട്ടേക്ക് നടക്കും. അതേസമയം സെന്റമറു അവൻ നിലവിളിച്ചു പറയും, ഇവൻ ഇത്രയും കാലവും നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇവൻ ആക്ച്വലി യഥാർത്ഥ ലൂഫി അല്ല. പക്ഷെ ആരുടെ ഭാഗ്യമാണോ ഭാഗ്യദോഷമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. യഥാർത്ഥ ലൂഫിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവനെയും ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പൊ ആ കൂമയോട് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ പറയും. അത് കേൾക്കേണ്ട താമസം കൂമയാണെങ്കിൽ ലൂഫിയെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ, അവന്റെ ബാഗ് അത് പൊട്ടി താഴെ വീഴുകയാണ്. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന കോട്ട്, കപ്പട, മീശ അതൊക്കെ ഊരി താഴെ വീഴും. അവൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന എന്റെ ജാക്കറ്റും കപ്പട മീശയും ഒക്കെ താഴെ പോയി. ദയവ് ചെയ്ത് എന്നിങ്ങനെ അറ്റാക്ക് ചെയ്യരുത്. എനിക്ക് വെറുതെ ഫൈറ്റ് ചെയ്ത് കളിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ഇളിച്ചു നിൽക്കും. ഉടനെ എല്ലാവരും ഇപ്പൊ ലൂഫിയെ നോക്കി ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവരെല്ലാവരും ആ വാണ്ടഡ് പോസ്റ്ററിൽ കണ്ട അതേ ലുക്ക്. ഇവിടെ നേവിക്കാരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവർ ഇത്രയും നാളും കാത്തിരുന്നത് ലൂഫിയെ പിടിക്കാനാണ്. അവർ ഗണ്ണൊക്കെ എയിം ചെയ്ത് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. ഇവിടെ ലൂഫി, ഞാൻ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്താലും നിങ്ങൾ എന്നെ വിട്ടു പോവില്ലല്ലേ? എനിക്ക് സെയിൽ ചെയ്ത് പോയേ പറ്റൂ. ദയവ് ചെയ്ത് എനിക്ക് തടസ്സമായിട്ട് വരരുത്. അതിന് സെന്റമറു അവൻ ചിരിക്കും. ഒരു കാരണവശാലും നീ ആ കപ്പല് പോലും കാണാൻ പോകുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ചെറിയ പയ്യനായിരുന്നു. ഇപ്പൊ ഞാൻ നേവിയിലെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഒരു കാരണവശാലും നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ കൂമ ടീംസിനെ ഉപയോഗിച്ച് ലൂഫി അറഞ്ചം പുറഞ്ച അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അവന്റെ തലയും ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി അറ്റാക്കിൽ നിന്നെല്ലാം ഈസി ആയിട്ട് രക്ഷപ്പെടുകയാണ്. സെന്റമറൂനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ലൂഫി ഇപ്പൊ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോകും. അവൻ കാലിൽ പ്രഷർ കൊടുത്തായിരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് പോയതെങ്കിൽ ഇപ്പൊ അവന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ഡയറക്റ്റ് ആയി കൈ ഉപയോഗിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് പോയി ആ കോമയുടെ തലയ്ക്ക് ഒരൊറ്റ അടി. ആ ഒരു അടിയില് കോമ കറങ്ങി അടിച്ച് താഴെ വീഴും. അതിനുശേഷം വീണ്ടും നമ്മുടെ ചക്കൻ ആ ബാണ്ടക്കൊട്ടൊക്കെ എടുത്ത് പതിയെ നടക്കാൻ തുടങ്ങും. നേവിക്കാരാണെങ്കിൽ അപ്പോഴും വിടാതെ അവന്റെ പിന്നാലെ ഓടുകയാണ്. അടുത്ത നിമിഷം ലൂഫി ഒരു വിളി കേൾക്കും. അവൻ തിരിഞ്ഞു നോക്കും. മറ്റാരുമല്ല, നമ്മുടെ ചെക്കന്മാര് റിയൽ, സാഞ്ചിയും സോറയും. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരെ കണ്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സെന്റമറൂനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇവരും ജീവനോട് കൂടെ ഉണ്ടോ? അവരെ വിടരുത്. കൂമ ടീംസ് അവരെ അറ്റാക്ക് ചെയ്യേ. ഉടനെ ആ കൂമകള് അവരിപ്പോ നമ്മുടെ ആൾക്കാരെ ടേൺ ചെയ്ത് വീണ്ടും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. സാഞ്ചിയും സോറയും കൈപിടിച്ച് ചാടി വന്ന് ആ കൂമാസിനെ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം സാഞ്ചി ആണെങ്കിൽ ലൂഫിയുടെ കൈ പിടിച്ച് വലിച്ച് ഉഷാറായിട്ട് ഓടും. വേഗം വായോ, നമ്മുടെ ആൾക്കാരെല്ലാവരും കപ്പലിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് പോയി നമ്മുടെ ജേർണി അത് സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി നമ്മുടെ ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ആ പൈററ്റ്സുകളെയും നേവി ടീമിനെയും എല്ലാവരെയും ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ആൾക്കാര് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരുടെ കാര്യത്തിന് കപ്പലിലേക്ക് പോയി. ലൂഫി എല്ലാവരെയും കാണാനുള്ള ആകാംക്ഷയിൽ ഓടി ഓടി മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ദൂരെയായിട്ട് റെയിലി നിൽക്കുന്നത് കാണുക. റെയിലിയെ കാണുമ്പോൾ തന്നെ ലൂഫി സഡൻ ബ്രേക്ക് ഇട്ട് ആളെ തന്നെ നോക്കും. ലൂഫി മാത്രമല്ല, നേവിക്കാരും ചുറ്റും ഉണ്ടായിരുന്ന പൈററ്റ്സും ജനങ്ങളും എല്ലാവരും കണ്ണിമ വെട്ടാതെ റെയിലിയെ തന്നെ നോക്കുകയാണ്. റെയിലി ആണെങ്കിൽ ലൂഫിയോട് പറയും, നോക്കി നിന്നതൊക്കെ മതി, എത്രയും പെട്ടെന്ന് നിന്റെ ടീമിന്റെ അടുത്തേക്ക് പോ, അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലൂഫി ഉടനെ അവന്റെ ബാഗും ബാണ്ടും ഒക്കെ താഴെ വെച്ച് 2 കൈ ഉയർത്തി, ഞാൻ ഉറപ്പായാലും ഇന്നല്ലെങ്കിൽ നാളെ കിങ് ഓഫ് ദ പൈററ്റ് ആവുന്നു പറയും. അത് കേട്ട് റെയിലി ആള് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.